ഇംഗ്ലീഷ് ഫുട്ബോളിൽ കുറെ റൈവലറീസ് ഉണ്ട്. പക്ഷെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റൈവലറി ഏതാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ആൻസർ ഉണ്ടാവുള്ളൂ. ആൻഡ് ലിവർപൂളും യുണൈറ്റഡുമായിട്ടുള്ള ഈ റൈവലറിയുടെ ഹിസ്റ്ററിയും റീസണും ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഇത് വാച്ച് ചെയ്യുന്നതിനൊപ്പം സബ്സ്ക്രൈബ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ക്ലബ്സ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും. രണ്ടുപേരും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ 20 പ്രാവശ്യമാണ് ജയിച്ചേക്കുന്നത്. പക്ഷെ ഇതുകൂടാണ്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള റൈവലറിക്ക് വേറൊരു ഡാർക്കായ റീസണും കൂടെ ഉണ്ട്. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ രണ്ട് ക്ലബ്സിന്റെയും ഹിസ്റ്ററി ഒന്ന് നോക്കാം. 1878 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബ് ഫോംഡ് ആയത്. ആ സമയത്ത് ഈ ഫുട്ബോൾ ക്ലബിന്റെ പേര് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നായിരുന്നില്ല, ന്യൂട്ടൺ ഹീറ്റ് LYR എന്നായിരുന്നു. യോർക്ക്ഷയറിലെയും ലാങ്കഷയറിലെയും റെയിൽവേ വർക്കേഴ്സ് ആണ് ഈ ക്ലബ്ബ് ഫോം ചെയ്തത്. വേറെ ലോക്കൽ റെയിൽവേ ഫുട്ബോൾ ക്ലബ്സ് ആയിട്ടാണ് ന്യൂട്ടൺ ഹീറ്റ് ആദ്യമായി കളിച്ചത്. ആൻഡ് ഇൻഫാക്ട് ന്യൂട്ടൺ ഹീറ്റിന്റെ ഏറ്റവും ഫസ്റ്റ് ഒഫീഷ്യൽ മാച്ച് ബോൾട്ടൺ വാണ്ടറേഴ്സ് ആയിട്ടായിരുന്നു. ആൻഡ് ആ മാച്ച് അവർ 6-0 തോൽക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ ഫുട്ബോളിന്റെ പോപ്പുലാരിറ്റി കണ്ടിട്ട് ആ സമയത്തുള്ള ഫുട്ബോൾ ക്ലബ്സ് എല്ലാവരും കൂടെ ചേർന്ന് 1888 ഒരു പുതിയ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് ഫോം ചെയ്തു. ഈ ഫുട്ബോൾ ലീഗില് ന്യൂട്ടൺ ഹീറ്റ് ജോയിൻ ചെയ്തത് 1892 ആൻഡ് അവരുടെ ഏറ്റവും ഫസ്റ്റ് സീസണിൽ ന്യൂട്ടൺ ഹീറ്റ് ഏറ്റവും ലാസ്റ്റ് ആണ് ഫിനിഷ് ചെയ്തത്. സെക്കൻഡ് സീസണും ഇതുപോലെ തന്നെയായിരുന്നു, ലാസ്റ്റ്. ആൻഡ് ഇത്തവണ ന്യൂട്ടൺ ഹീറ്റ് റെലഗേറ്റഡുമായി. ഇത് കഴിഞ്ഞിട്ടുള്ള കുറെ സീസൺ ന്യൂട്ടൺ ഹീറ്റ് സെക്കൻഡ് ഡിവിഷനിൽ തന്നെയായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഒപ്പം അവർക്ക് കുറെ ഫിനാൻഷ്യൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു. ആൻഡ് ഈ സമയത്താണ് ലോക്കൽ ബിസിനസ്മാനായ ജോൺ ഹെൻറി ഡേവിസ് ക്ലബിലേക്ക് പുള്ളിയുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണത്. ആൻഡ് ജോൺ ഹെൻറി ഡേവിസിന്റെ വേറെ കുറെ ലോക്കൽ ബിസിനസ് ഓണേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ്സും കാരണം ന്യൂട്ടൺ ഹീറ്റ് അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തു. ഇതിന്റെ ഒപ്പം ഇൻവെസ്റ്റ് ചെയ്ത ആ ലോക്കൽ ബിസിനസ് ഓണേഴ്സ് ക്ലബ്ബ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്തു. ന്യൂട്ടൺ ഹീറ്റിനുള്ള പേര് മാറ്റി ഈ ക്ലബിനെ 1902 അവര് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FC എന്ന് റീനെയിം ചെയ്തു. ആൻഡ് ജോൺ ഹെൻറി ഡേവിസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിന്റെ ഏറ്റവും ഫസ്റ്റ് പ്രസിഡന്റുമായി. ഇത് കഴിഞ്ഞിട്ട് 1906 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ച് ഫസ്റ്റ് ഡിവിഷനിലെത്തി. ആൻഡ് തൊട്ടടുത്ത സീസണിൽ അവര് അവരുടെ ഏറ്റവും ഫസ്റ്റ് ലീഗ് ടൈറ്റിലും ജയിച്ചു. ഓൾഡ് ട്രാഫോർഡ് എന്ന സ്റ്റേഡിയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം സ്റ്റേഡിയം ആവുന്നത് 1910 ആൻഡ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഓൾഡ് ട്രാഫോർഡിൽ യുണൈറ്റഡ് ഏറ്റവും ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നത് ലിവർപൂളിനെയാണ്. ആൻഡ് ആ മാച്ച് ലിവർപൂൾ 4-3 ജയിക്കുകയും ചെയ്തു. നൗ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹിസ്റ്ററി നമുക്ക് അവിടെ ഒന്ന് പോസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി അറിയണമെങ്കിൽ ഈ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് ലിവർപൂളിനെ നോക്കാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോലെ തന്നെ ലിവർപൂളിന്റെ ആദ്യത്തെ പേര് ലിവർപൂൾ എന്നായിരുന്നില്ല, അവരുടെ ഏറ്റവും ഫസ്റ്റ് നെയിം എവർട്ടൺ എന്നായിരുന്നു. യെസ്, ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബ് ശരിക്കും എവർട്ടൺ ഫുട്ബോൾ ക്ലബിന്റെ ഒരു പാർട്ടായിരുന്നു. ആൻഡ് എവർട്ടൺ ഫുട്ബോൾ ക്ലബിന്റെ ഏറ്റവും ഫസ്റ്റ് ഹോം സ്റ്റേഡിയം ശരിക്കും ആൻഫീൽഡ് ആയിരുന്നു. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ പോപ്പുലാരിറ്റിയും എവർട്ടന്റെ സക്സസും കാരണം ആ സമയത്ത് എവർട്ടൺ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഫുട്ബോൾ ക്ലബ്ബ്. എവർട്ടന്റെ ഹോം ഗ്രൗണ്ട് ആൻഫീൽഡ് ആയിരുന്നെങ്കിലും സത്യത്തിൽ ആൻഫീൽഡിന്റെയും ആ സറൗണ്ടിങ് ഏരിയയുടെ ഓണർ ജോൺ ഹോൾഡിംഗ് ആയിരുന്നു. ആൻഡ് എവർട്ടന്റെ ഈ സക്സസ് കണ്ട ജോൺ ഹോൾഡിംഗ് ആൻഫീൽഡിലെ എവർട്ടൺ കളിക്കണേന് ജോൺ ഹോൾഡിങ്ങിന് അവർ കൊടുത്തോണ്ടുന്ന റെന്റ് ഡബിൾ ആക്കി. ആൻഡ് ഇത് കാരണം നാച്ചുറലി എവർട്ടൺ ഫുട്ബോൾ ക്ലബിന്റെ മെമ്പേഴ്സും ജോൺ ഹോൾഡിംഗ് ആയിട്ട് ഒരു ഭയങ്കര വലിയ ഡിസഗ്രിമെന്റും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. ആൻഡ് ഏറ്റവും ലാസ്റ്റ് എവർട്ടൺ ആൻഫീൽഡിനോട് ഗുഡ് ബൈ പറഞ്ഞു. അങ്ങനെയാണ് 1892 എവർട്ടൺ അവരുടെ സ്വന്തമായിട്ടുള്ള ഹോം ഗ്രൗണ്ട് കൺസ്ട്രക്ട് ചെയ്യണത്, ഗുഡിസൺ പാർക്ക്. ഞാൻ എവർട്ടൺ മൂവ് ഔട്ട് ചെയ്തുകൊണ്ട് ജോൺ ഹോൾഡിംഗ് ആൻഫീൽഡിൽ കളിക്കാൻ ഒരു പുതിയ ടീമിനെ അസംബിൾ ചെയ്തു. ആൻഡ് ഈ ക്ലബായിരുന്നു ഒഫീഷ്യലി ലിവർപൂൾ FC ആയത്. ഇംഗ്ലീഷ് ഫുട്ബോളിൽ സെക്കൻഡ് ഡിവിഷനിൽ സ്റ്റാർട്ട് ചെയ്ത ലിവർപൂൾ വൈകാതെ തന്നെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് പ്രൊമോട്ടഡ് ആവും. ആൻഡ് ഇവിടെയാണ് നമ്മുടെ സ്റ്റോറി ഇച്ചിരി ട്രിക്കി ആവുന്നത്. കാരണം 1893-94 സീസണിൽ ലിവർപൂൾ സെക്കൻഡ് ഡിവിഷനിലെ ചാമ്പ്യൻസ് ആയി. ആൻഡ് ന്യൂട്ടൺ ഹീറ്റ് ഫസ്റ്റ് ഡിവിഷനിൽ ഏറ്റവും ലാസ്റ്റ് ഫിനിഷ് ചെയ്തു. ആൻഡ് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ ഫസ്റ്റ് ഡിവിഷനിൽ ഏറ്റവും ലാസ്റ്റ് ഫിനിഷ് ചെയ്ത യുണൈറ്റഡും സെക്കൻഡ് ഡിവിഷനിലെ ചാമ്പ്യൻസ് ആയ ലിവർപൂളുമായിട്ട് ഒരു ടെസ്റ്റ് മാച്ച് നടത്തി. ആൻഡ് ഈ മാച്ച് ആയിരുന്നു ഹിസ്റ്ററിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളുമായിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് മാച്ച്. ഈ മാച്ചില് ന്യൂട്ടൺ ഹീറ്റിനെ ലിവർപൂൾ 2-0 തോൽപ്പിച്ചു. ആൻഡ് അടുത്ത സീസൺ ലിവർപൂൾ ഫസ്റ്റ് ഡിവിഷനിലുമായി, യുണൈറ്റഡ് സെക്കൻഡ് ഡിവിഷനിലുമായി. ഇങ്ങനെയാണ് ഈ രണ്ട് ക്ലബ്സുമായിട്ടുള്ള ഫുട്ബോളിംഗ് റൈവലറി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ രണ്ടുപേരും റൈവലറിക്ക് ഫുട്ബോൾ അല്ലാണ്ട് വേറൊരു ഡാർക്കായ റീസണും കൂടെ ഉണ്ട്.
ആൻഡ് ഇത് ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സമയത്ത് ഇംഗ്ലണ്ടിലെ ഒട്ടുമിക്ക സ്ഥലത്തും ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റും അതിനെ മാനുഫാക്ചർ ചെയ്യാൻ കുറെ ഫാക്ടറീസും ഉണ്ടായിരുന്നു. മാഞ്ചസ്റ്ററിൽ അത് കോട്ടൺ ഇൻഡസ്ട്രി ആയിരുന്നു. ഫാക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോട്ടൺ മുഴുവൻ സ്റ്റോർ ചെയ്യാൻ മാഞ്ചസ്റ്ററിൽ കുറെ വെയർ ഹൗസും ഉണ്ടായിരുന്നു. ഈ വെയർ ഹൗസിൽ നിന്ന് യൂറോപ്പിലേക്കും ആൻഡ് ലോകത്തിലെ പല പല ഭാഗങ്ങളിലേക്കും കോട്ടൺ പ്രൊഡക്ട്സ് അവർ എക്സ്പോർട്ട് ചെയ്യായിരുന്നു. മാഞ്ചസ്റ്ററിന് കോട്ടൺ ഇൻഡസ്ട്രി ആണെങ്കിൽ ലിവർപൂൾ ഒരു പോർട്ട് സിറ്റി ആയതുകൊണ്ട് അവർക്ക് ഷിപ്പിംഗ് ഇൻഡസ്ട്രി ആയിരുന്നു മെയിൻ ഫോക്കസ്. കുറെ നാള് മാഞ്ചസ്റ്ററിൽ പ്രോസസ് ചെയ്ത കോട്ടൺ ലിവർപൂളിലേക്ക് ആദ്യം കൊണ്ടുപോകും, പിന്നെ അവിടെ നിന്നാണ് ഇംഗ്ലണ്ടിന്റെ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണത്. ഈ ഒരു അറേഞ്ച്മെന്റില് കോട്ടൺ എക്സ്പോർട്ട് ചെയ്ത് കിട്ടുന്ന റവന്യൂ മാഞ്ചസ്റ്ററിലേക്കും ഷിപ്പിംഗ് ചാർജ് ആയിട്ട് കിട്ടുന്ന റവന്യൂ ലിവർപൂളിലേക്കുമാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു 1870s ഒക്കെ ആയപ്പോൾ ഇംഗ്ലണ്ടിൽ ഡിപ്രഷൻ ഏറെ ആയി. ആൻഡ് ഈ സമയത്ത് മാഞ്ചസ്റ്ററിൽ നിന്ന് ലിവർപൂളിലേക്ക് റെയിൽവേ വഴി കോട്ടൺ കയറ്റി അയക്കുന്നതിന്റെ കോസ്റ്റും അത് കഴിഞ്ഞിട്ട് ലിവർപൂളിന് കൊടുക്കേണ്ട ഷിപ്പിംഗ് ചാർജസും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാണ്ടായി. സോ ഇത് സോൾവ് ചെയ്യാണ്ട് മാഞ്ചസ്റ്ററിലെ ലോക്കൽ അതോറിറ്റി ഒരു പുതിയ മാഞ്ചസ്റ്റർ കനാൽ ബിൽഡ് ചെയ്യാനുള്ള പ്ലാൻസ് റെഡിയാക്കി. ഈ കനാൽ വഴി വലിയ വലിയ ഷിപ്പിന് ഡയറക്റ്റ് ആയിട്ട് മാഞ്ചസ്റ്ററിലെ പോർട്ടിൽ എത്താൻ പറ്റും. ആൻഡ് അവർക്ക് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ടും എക്സ്പോർട്ടും നടത്താനും പറ്റും. ആൻഡ് 1894 ആയപ്പോൾ ഈ കനാല് ഫുള്ളി ഫംഗ്ഷനിങ്ങുമായി. ഇത് കാരണം ലിവർപൂളിന്റെ ഷിപ്പിംഗ് എക്കോണമി ഫുള്ളി തകർന്നു. ഇൻഫാക്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ ഒരു ഷിപ്പ് കാണാൻ പറ്റും. ഈ ഷിപ്പ് ശരിക്കും മാഞ്ചസ്റ്റർ കനാലിനെയാണ് സിംബലൈസ് ചെയ്യണത്. പൊളിറ്റിക്കലി രണ്ട് ഏരിയാസ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ അത് വൈകാതെ തന്നെ ആർട്ടിലേക്കും സ്പോർട്സിലേക്കും വരും. ആൻഡ് ഫുട്ബോളിന്റെ ടേംസിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ രണ്ട് ക്ലബ്സുമായിട്ടുള്ള റൈവലറി ശരിക്കും കിക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയത് 1950s ആയപ്പോൾ തൊട്ടാണ്. 1950s യുണൈറ്റഡിന്റെ ലെജൻഡറി മാനേജറായ സർ മാറ്റ് ബസ്ബി യുണൈറ്റഡിനെ ഇംഗ്ലണ്ടിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്ലബാക്കി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോഡ് ഫാദർ മാറ്റ് ബസ്ബി ആയിരുന്നെങ്കിൽ ലിവർപൂളിന്റെ ഗോഡ് ഫാദർ ബിൽ ഷാങ്ക്ലി ആയിരുന്നു. റെലഗേറ്റ് ആയി സെക്കൻഡ് ഡിവിഷനിൽ പോയ ലിവർപൂളിനെ ബിൽ ഷാങ്ക്ലി തിരിച്ച് ഫസ്റ്റ് ഡിവിഷനിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് അവസാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ബീറ്റ് ചെയ്ത് ലിവർപൂളിനെ ചാമ്പ്യൻസും ആക്കി. ആൻഡ് ബിൽ ഷാങ്ക്ലി ആയിട്ട് ലിവർപൂളിന്റെ മാനേജറായിട്ട് വന്ന ബോബ് പേസ്ലി ലിവർപൂളിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മാനേജർ ആവും. ബോബ് പേസ്ലിയുടെ മാനേജ്മെന്റിൽ ലിവർപൂൾ ഇംഗ്ലീഷ് ചാമ്പ്യൻസ് മാത്രമല്ല ആവുന്നത്, മൾട്ടിപ്പിൾ ടൈംസ് യൂറോപ്യൻ ചാമ്പ്യൻസും ആവും. ആൻഡ് ഫൈനലി 1986 ആകുമ്പോൾ റോഡ് ആറ്റ്കിൻസനെ സാക്ക് ചെയ്ത് യുണൈറ്റഡ് അലക്സ് ഫെർഗ്യൂസനെ അപ്പോയിന്റ് ചെയ്യും. യുണൈറ്റഡ് ഫെർഗിയുടെ ഇടയിൽ ഇംഗ്ലീഷ് ഫുട്ബോൾ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. പ്രീമിയർ ലീഗിന്റെ ഏറ്റവും ആദ്യത്തെ 5 സീസണിൽ യുണൈറ്റഡ് 4 പ്രാവശ്യം ചാമ്പ്യൻസ് ആവും. ആൻഡ് 2011 പ്രീമിയർ ലീഗ് ജയിച്ച് ലിവർപൂളിന്റെ 18 ലീഗ് ടൈറ്റിൽസ് എന്ന റെക്കോർഡ് ബീറ്റ് ചെയ്ത് യുണൈറ്റഡ് അവരുടെ 19ാമത്തെ ലീഗ് ടൈറ്റിൽ ജയിക്കും. ആൻഡ് 2013 ഫെർഗി പിന്നെയും പ്രീമിയർ ലീഗ് ജയിച്ച് റിട്ടയർ ചെയ്യും, യുണൈറ്റഡിന്റെ 20ാമത്തെ ലീഗ് ടൈറ്റിൽ. ഇത് കഴിഞ്ഞിട്ടുള്ള യുണൈറ്റഡിന്റെ എറ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് ലിവർപൂൾ നല്ലോണം സ്ട്രഗിൾ ചെയ്തെങ്കിലും യർഗൻ ക്ലോപ്പിന്റെ അപ്പോയിന്റ്മെന്റ് ഇതെല്ലാം മാറ്റിമറിക്കും. 2019 ചാമ്പ്യൻസ് ലീഗ് ജയിച്ച ക്ലോപ്പ് 2020 ഫൈനലി 30 വർഷം കഴിഞ്ഞ് ലിവർപൂളിനെ ചാമ്പ്യൻസ് ആക്കും. ആൻഡ് ക്ലോപ്പ് ലിവർപൂൾ ലീവ് ചെയ്ത് കണ്ട് 2024 ആർനെ സ്ലോട്ടിനെ ലിവർപൂൾ അപ്പോയിന്റ് ചെയ്യും. ആൻഡ് സ്ലോട്ടിന്റെ ഏറ്റവും ഫസ്റ്റ് സീസണിൽ തന്നെ ലിവർപൂൾ പിന്നെയും ചാമ്പ്യൻസ് ആവും, അവരുടെ 20th ടൈറ്റിൽ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലിവർപൂളും യുണൈറ്റഡും രണ്ടുപേരും 20 ലീഗ് ടൈറ്റിൽസ് ആണ് ജയിച്ചേക്കുന്നത്. ലിവർപൂൾ 6 ചാമ്പ്യൻസ് ലീഗും യുണൈറ്റഡ് 3 ചാമ്പ്യൻസ് ലീഗും. ആൻഡ് ബൈ ഫാർ ഇവർ രണ്ടുപേരാണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്ലബ്സ്. സോ അടുത്ത ലിവർപൂൾ യുണൈറ്റഡ് മാച്ചിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അമോറിന് ആൻഫീൽഡിൽ സ്ലോട്ടിനെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ? അതോ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ പോലെ തന്നെ ആൻഫീൽഡിൽ ലിവർപൂൾ യുണൈറ്റഡിനെ ഡിസ്ട്രോയ് ചെയ്യുമോ? ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഒന്നും പറയാനില്ല, പക്ഷെ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്തേക്ക്. ആൻഡ് ആസ് ഓൾവേസ് സബ്സ്ക്രൈബ്.